ഇടുക്കി അടിമാലിയിൽ പോലീസ് പെപ്പർ സ്പ്രേ അടിച്ച യുവാവ് അസഭ്യവർഷവുമായി വീണ്ടും ബസ് സ്റ്റാൻഡിലെത്തി. എന്നെ വൈറലാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അസഭ്യം പറഞ്ഞു. പരാതി ലഭിച്ചാൽ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ആഫ്റ്റർ എഫക്റ്റ് ക്യാമറ മൊത്തം 500 ക്യാമറ വെച്ച അതിനിടയ്ക്ക് മുങ്ങിയൊക്കെ ആൽവിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ആൽവിൻ, ഇന്നലെയാണ് ഈ ദൃശ്യങ്ങൾ വൈറലാവുകയും അതിൽ പലതരത്തിൽ ഇയാളെ അനുകൂലിച്ച് പോലും ആളുകൾ ഇതിൽ പ്രതികരണം നടത്തുകയും ചെയ്തു. എന്നാൽ കുരുമുളക് സ്പ്രേ കൊണ്ടൊന്നും തീരില്ല എന്നുള്ളതാണ്. വീണ്ടും നിരത്തിലിറങ്ങി സമാനമായിട്ടുള്ള കാര്യം തന്നെയാണോ ഇയാൾ ചെയ്യുന്നത്? ഇതിൽ ഇനി എന്താണ് പോലീസ് നടപടി സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് മറ്റു വിശദാംശങ്ങൾ? ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇയാൾ അടിമാലി ബസ് സ്റ്റാൻഡിൽ വന്ന് വലിയ തോതിൽ അസഭ്യവർഷം നടത്തി വിദ്യാർത്ഥികൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും ഒക്കെ വലിയ ബഹളമുണ്ടാക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് പോലീസ് ജീപ്പിലേക്ക് വരികയും പോലീസ് ജീപ്പിനകത്തേക്ക് തലയിട്ടുകൊണ്ട് SIയോട് അസഭ്യം പറഞ്ഞപ്പോഴാണ് ഈ പെപ്പർ സ്പ്രേ പ്രയോഗം പോലീസ് നടത്തേണ്ടി വന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരം വീണ്ടും അടിമാലി ബസ് സ്റ്റാൻഡിലെത്തി ഈ അസഭ്യവർഷം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വലിയ തോതിൽ സ്ത്രീകളൊക്കെ ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾക്കിടയിലേക്ക് ഇയാൾ പോകുന്നു. പലതവണ ഇത് ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. തന്നെ ആരും വൈറലാക്കാൻ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലത്തെ ബഹളവും അസഭ്യവർഷവും മുഴുവൻ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ കാഴ്ചയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ പോലീസ് ആരുടെയെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാം എന്ന നിലയിലാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്ഥിരം ശല്യമായി ഇയാൾ മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അടിമാലി ബസ് സ്റ്റാൻഡിലെ സമീപത്തുള്ള പല കടയിലെ ആളുകളും അതിന് തയ്യാറാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അവരിൽ ചിലരാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു പരാതി രൂപത്തിൽ പോലീസിന് നൽകാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ അവിടുത്തെ കച്ചവടക്കാരുൾപ്പെടെയുള്ളവർ. കാര്യം ഈ ബസ് സ്റ്റാൻഡിലെത്തി സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ സ്ഥിരമായി അസഭ്യം പറയുന്ന ആളാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസ് ഇയാളുടെ സ്ഥലവിവരങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. ഇയാൾ മാങ്കുളം താളുകണ്ടം സ്വദേശിയാണ്. ഇയാളെ പോലീസ് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പക്ഷം ആരെങ്കിലും ഔദ്യോഗികമായി പരാതി നൽകിയാൽ മാത്രമേ ഇയാൾക്കെതിരെ കേസെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ട നടപടികളുമായി ഇപ്പോൾ അടിമാലി ബസ് സ്റ്റാൻഡിലെ ചില കച്ചവടക്കാർ രംഗത്തെത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.